നമ്മൾ ഇന്ന് ഓറിയന്റേഷൻ 9.0യുടെ തേർഡ് സെഷനിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് സെഷൻ, ഓറിയന്റേഷൻ സെഷൻ 1ഉം അതിന് ഓറിയന്റേഷൻ സെഷൻ 2ഉം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ തേർഡ് സെഷനിലേക്ക് കിടക്കുകയാണ്. നമ്മളുടെ തേർഡ് സെഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സിലബസ് ഡീകോഡിംഗ് ആണ്. നിങ്ങൾ ബി എ ഹിസ്റ്ററി സബ്ജക്ട് തിരഞ്ഞെടുത്തു. ഇനി നിങ്ങൾക്ക് അതിലുള്ള സബ്ജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് അറിയണം, അല്ലെങ്കിൽ അതിന്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ആ സിലബസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓറിയന്റേഷൻ 3 വെച്ചിരിക്കുന്നത്. ആൻഡ് നമ്മൾ ഈ സെഷനിൽ നമ്മൾ നമ്മുടെ സിലബസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ ടൈം ടേബിൾസ്, കണ്ടന്റ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, നമ്മൾ ബി എ ഹിസ്റ്ററി ഫസ്റ്റ് ഇയർ സിലബസ് ആണിത്. ആൻഡ് ഫസ്റ്റ് ഇയർ കോഴ്സ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് ഇതിൽ നിങ്ങൾ 6 ക്രെഡിറ്റ്സ് എന്ന് കണ്ടിട്ടുണ്ടാവും. 6 ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് അവേഴ്സ് ആണ്. ആൻഡ് 1 ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 അവേഴ്സ് ആണ്. സോ 30 × 6 180 അവേഴ്സ് ആണ് നമ്മൾ ഒരു സബ്ജക്റ്റിന് ചിലവഴിക്കുന്നത്. ആൻഡ് 4 ക്രെഡിറ്റ്സ് എന്ന് കാണുന്നത് എന്താ, 1 ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 അവേഴ്സ് ഇൻറ്റു 4 എന്ന് പറയുന്നത് 120 അവേഴ്സ് ആണ് 4 ക്രെഡിറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് നമ്മളുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. BHIC 101 History of India 1, BHIC 102 Social Formations and Cultural Patterns of the Ancient World, BHIC 103 History of India 2, BHIC 104 Social Formations and Cultural Patterns of Medieval World, BEVAE 181 Environmental Studies, BEGAE 182 English Communication Skills, BPAG 171 Disaster Management, BSOG 171 Indian Society Images and Realities, BEGG 171 Media and Communication Skills, and BPYG 171 Applied Ethics, BGDG 172 Gender Sensitization, Society and Culture, BPAG 172 Governance Issues and Challenges, BEGG 172 Language and Linguistics, BPYG 171 Philosophy of Religion, BABG 171 Understanding B.R. Ambedkar, ONR 003 Water Harvesting, Conservation and Utilization, BPCG 171 General Psychology, BPCG 172 Youth, Gender and Identity. ഫസ്റ്റ് ഇയറിൽ നമ്മൾ നമ്മളുടെ 4 വിഷയം കോഴ്സ് സബ്ജക്റ്റ്, അതായത് നിർബന്ധമായും നമ്മൾക്ക് ഉള്ള സബ്ജക്റ്റ് ആണ് അത്. കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് 4 സബ്ജക്റ്റുകൾക്ക് നമ്മൾക്ക് ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റില്ല. ആ 4 സബ്ജക്റ്റുകൾ നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. പിന്നീട് വരുന്ന 4 സബ്ജക്ട്, ടോട്ടൽ 8 സബ്ജക്റ്റുകളാണ് നമ്മൾ ഫസ്റ്റ് ഇയർ ഫോളോ ചെയ്യുന്നത്. പിന്നീട് വരുന്ന 8 സബ്ജക്റ്റുകൾ നമ്മൾക്ക് എലക്റ്റീവ് സബ്ജക്റ്റുകളാണ്. അപ്പോൾ കോർ സബ്ജക്റ്റ് കമ്പൾസറി സബ്ജക്റ്റ് ആണ്. നെക്സ്റ്റ് 4 എലക്റ്റീവ് സബ്ജക്റ്റുകളാണ്. അത് നമ്മൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, BA History second year, BHIC 105 History of India 2, BHIC 106 The Rise of Modern West, BHIC 107 History of India, BHIC 108 Rise of Modern West, BHIC 109 History of India 5, BHIC 110 History of India from 1757 to 1857, BCOS 183 Computer Application in Business, BPCS 183 Emotional Intelligence, BPAG 173 E-Governance, BPCG 173 Psychology for Health and Well-Being, BPCG 173 Academic Writing and Composition, BPAG 174 Sustainable Development, BPCS 184 Social Psychology, BPCS 186 Managing Stress, BPAS 184 Logistics Management, BEGS 183 Writing and Study Skill. ഇതിൽ BHIC 105 History of India, BHIC 106 Rise of Modern West, BHIC 107 History of India 4, BHIC 108 Rise of Modern West second. ഈ സബ്ജക്റ്റുകളെല്ലാം നമ്മളുടെ കമ്പൾസറി സബ്ജക്റ്റുകളാണ്. ദെൻ ഇലക്റ്റീവ് സബ്ജക്റ്റുകളാണ് ഇമോഷണൽ ഇന്റലിജൻസ്, ഇ ഗവേണൻസ്, സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, അക്കാഡമിക് റൈറ്റിംഗ്, കമ്പോസിഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സ്കൂൾ സൈക്കോളജി, മാനേജിങ് സ്ട്രെസ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ്, റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് വരുന്നതൊക്കെ. മാഡം നെക്സ്റ്റ്.
BA ബി എ ഹിസ്റ്ററി സെക്കൻഡ് ഇയർ ബാക്കി വരുന്ന എലക്ടീവ് സബ്ജക്റ്റുകളാണ് BA-NS 183 ടൂറിസം ആന്ത്രോപോളജി, BPCS 185 ഡെവലപ്പിംഗ് ഇമോഷണൽ കമ്പറ്റൻസ്, BPCS 187 മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സസ്, BSSS 183 ലൈഫ് സ്കിൽസ്, BSOG 173 റീതിങ്കിംഗ് ഡെവലപ്മെന്റ്, BPCG 174 സൈക്കോളജി ആൻഡ് മീഡിയ, BA-NS 184 പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി, BECS 184 data analysis, BEGS 186 business communication, BPCS 188 application of social psychology, ONR 002 basic of hydrology, BPCG 176 psychology of gender, BEGG 174 creative writing. ആൻഡ് നമ്മൾ തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ നമ്മളുടെ സിലബസ് ഇത്രയാണ്. BHIC 111 ഹിസ്റ്ററി ഓഫ് മോഡേൺ യൂറോപ്പ് 1780 to 1939, BHIC 112 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 7 1605 to 1750, BHIE 143 ഹിസ്റ്ററി ഓഫ് എൻവയറമെന്റ്, BHIE 145 some aspects of European history 1789 to 1945, BHIC 113 history of India 8 1857 to 1950, BHIC 114 history of modern Europe 2nd 1780 to 1939, BHIE 142 history of modern East Asia Japan 1868 to 1945, BHIE 144 traditions of history writing in India, BHIE 141 history of China 1840 to 1978. Then BA history first year BAFHIയുടെ സിലബസ് ആണ് ഇത്. അതിൽ നമ്മളുടെ കമ്പൾസറി സിലബസ് ഏകദേശം സെയിം ആണ്. 3 ഇയർ BA ഹിസ്റ്ററി പോലെ തന്നെ സെയിം ആണ്. BHIC 101 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, BHIC 102 സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചർ പാറ്റേൺസ് ഓഫ് ദ ഏൻഷ്യൻ വേൾഡ്, BEVAE 181 എൻവയറമെന്റൽ സ്റ്റഡീസ്, BEDSV 101 വാല്യൂ എഡ്യൂക്കേഷൻ, BCOS 186 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്, BCOS 185 entrepreneurship, BSOG 171 Indian Society Images and Realities, BPAG 171 Disaster Management, BCOS 183 Computer Application in Business, BPAS 184 Logistic Management, BPCS 183 Emotional Intelligence, BEGS 183 Writing and Study Skills. And next വരുന്നത് BECS 184 data analysis, BEGG 171 media and communication skills, BHIE 143 history of environment, BPCG 171 general psychology, BPYG 171 applied ethics, BABG 171 understanding Ambedkar, BTTS 183 an introduction to machine translation, BSSS 183 life skills, BPCS 185 developing emotional competence, BCHS 183 laboratory management skills, BANS 183 tourism anthropology. ഇവയെല്ലാം നമ്മളുടെ എലക്റ്റീവ് സബ്ജക്റ്റുകളാണ്. ഇപ്പൊ നമ്മൾ വായിച്ചതല്ല എലക്റ്റീവ് സബ്ജക്റ്റുകളാണ് കേട്ടോ. ആൻഡ് BA ഹിസ്റ്ററി സെക്കൻഡ് ഇയർ BAFHI second year course structuring in 4 core papers, BEAGE 182 English communication skills, BEGS 183 writing and study skills, and 2 minor papers, sociology or psychology. Next. ഇനി നമ്മളുടെ സിലബസിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഫസ്റ്റ് ഇയർ സിലബസിലേക്ക് നമ്മൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. BHIC 101 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് നമ്മളുടെ സബ്ജക്റ്റ് ആണ്. ആ സബ്ജക്റ്റിൽ വരുന്ന സബ് ചാപ്റ്റേഴ്സ് ആണ് യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ബ്ലോക്ക് 1 റീകൺസ്ട്രക്ടിങ് ഏൻഷ്യൻ ഇന്ത്യ, അതിൽ വരുന്ന ഫസ്റ്റ് യൂണിറ്റിൽ ജിയോഗ്രഫിക്കൽ റീജിയൻ ആൻഡ് സോഴ്സസ്, സെക്കൻഡ് യൂണിറ്റിൽ വരുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, തേർഡ് യൂണിറ്റിൽ വരുന്നത് ഹണ്ടിങ് ആൻഡ് ഗ്യാദറിംഗ് സൊസൈറ്റി,
ആൻഡ് ബ്ലോക്ക് 2 വരുമ്പോൾ ദ അഡ്വെന്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഓർക്കുക, നമ്മൾ ഹിസ്റ്ററി തുടക്കം മുതൽ, അതായത് ബിഫോർ സിവിലൈസേഷന് മുൻപുള്ള കാലഘട്ടം മുതൽ, എന്ന് വെച്ചാൽ ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് പീരീഡ് മുതലാണ് നമ്മൾ ഓരോ വർഷം അനുസരിച്ചാണ് നമ്മൾ ഹിസ്റ്ററി പഠിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലോക്ക് 1 റീകൺസ്ട്രക്ഷൻ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നത്. ദെൻ സെക്കൻഡ് വരുമ്പോഴേക്ക് സിവിലൈസേഷൻ പീരീഡിലേക്ക് എത്തി. അതിൽ യൂണിറ്റ് 4 വരുന്നത് ദ നിയോളിത്തിക് ഫേസ്, ആൻഡ് യൂണിറ്റ് 5 വരുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ ഫസ്റ്റ്, യൂണിറ്റ് 6 ഹാരപ്പൻ സിവിലൈസേഷൻ 2, ആൻഡ് യൂണിറ്റ് 7 ഹാരപ്പൻ സിവിലൈസേഷൻ 3. നെക്സ്റ്റ് മാഡം. നെക്സ്റ്റ്. ഓക്കെ. ദെൻ ബ്ലോക്ക് 3 വരുന്നത് വേദിക് പീരീഡ് ആൻഡ് കൾച്ചേഴ്സ് ഇൻ ട്രാൻസിഷൻ. യൂണിറ്റ് 8, അതിൽ യൂണിറ്റ് 8 വരുന്നത് വേദിക് പീരീഡ് ഫസ്റ്റ്, യൂണിറ്റ് 9 വരുന്നത് വേദിക് പീരീഡ് 2, യൂണിറ്റ് 10 വരുന്നത് എമർജൻസ് ഓഫ് അയൺ, യൂണിറ്റ് 11 വരുന്നത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്സ് ആൻഡ് എസ്റ്റിസം, ആൻഡ് യൂണിറ്റ് 12 വരുന്നത് ജൈനിസം, ബുദ്ധിസം ആൻഡ് അജീവികാസ്. ആൻഡ് ബ്ലോക്ക് 4 വരുന്നത് ഇന്ത്യ 6th century BCE to 200 BCE. അതിൽ യൂണിറ്റ് 13 വരുന്നത് ജനപദാസ് ആൻഡ് മഹാജനപദാസ്, യൂണിറ്റ് 14 വരുന്നത് അലക്സാണ്ടേഴ്സ് ഇന്നോവേഷൻ ഓഫ് ദി നോർത്ത് വെസ്റ്റ്, ആൻഡ് യൂണിറ്റ് 15 വരുന്നത് റൈസ് ഓഫ് മഗധ, യൂണിറ്റ് 16 വരുന്നത് ദ മൗര്യൻ എംപയർ, യൂണിറ്റ് 17 വരുന്നത് മൗറിയാസ്, യൂണിറ്റ് 18 വരുന്നത് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് എൻവയറമെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, ആൻഡ് യൂണിറ്റ് 19 വരുന്നത് ജെൻഡർ പെർസ്പെക്റ്റീവ്സ്. നെക്സ്റ്റ് മാം. ആൻഡ് നമ്മളുടെ അടുത്ത നെക്സ്റ്റ് വരുന്ന സബ്ജക്റ്റ് ആണ്, അത് കോർ കോഴ്സ് ആണ്, BHIC 102 സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചർ പാറ്റേൺസ് ഓഫ് ഏൻഷ്യൻ വേൾഡ്. അതിൽ തീം 1 എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ്. അതിൽ യൂണിറ്റ് 1 വരുന്നത് പ്രീ ഹിസ്റ്റോറി ആൻഡ് സോഴ്സസ്, യൂണിറ്റ് 2 വരുന്നത് ബയോളജിക്കൽ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ്, യൂണിറ്റ് 3 വരുന്നത് പാലിയോളിത്തിക് ആൻഡ് മെസോളിത്തിക് കൾച്ചേഴ്സ്, ആൻഡ് നെക്സ്റ്റ് വരുന്നത് തീം 2 വരുന്നത് ഫുഡ് പ്രൊഡക്ഷൻ. യൂണിറ്റ് 4 വരുന്നത് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, യൂണിറ്റ് 5 വരുന്നത് ഏർലി അഗ്രികൾച്ചർ ഇൻ ഡിഫറെന്റ് റീജിയൻസ്, യൂണിറ്റ് 6 വരുന്നത് കോൺസിക്വൻസസ് ഓഫ് അഗ്രികൾച്ചർ, ആൻഡ് തീം 3 വരുന്നത് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. അതിൽ യൂണിറ്റ് 7 വരുന്നത് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ മെയിൻ ഫീച്ചേഴ്സ്, യൂണിറ്റ് 8 വരുന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, യൂണിറ്റ് 9 വരുന്നത് ഷാങ് സിവിലൈസേഷൻ ഇൻ ചൈന. നെക്സ്റ്റ് മാം. ആൻഡ് തീം 4 വരുന്നത് അയൺ ഏജ് ആണ്. അതിൽ യൂണിറ്റ് 10 വരുന്നത് യൂസ് ഓഫ് അയൺ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്, യൂണിറ്റ് 11 വരുന്നത് നൊമാഡിക് ഗ്രൂപ്പ്സ് ഇൻ സെൻട്രൽ ആൻഡ് വെസ്റ്റ് ഏഷ്യ, തീം 5 വരുന്നത് ഫോർമേഷൻ ഓഫ് എംപയേഴ്സ്, യൂണിറ്റ് 12 ഫോർമേഷൻ ഓഫ് എംപയേഴ്സ് അസ്ട്രിയൻസ് ആൻഡ് ബാബിലോണിയൻ, യൂണിറ്റ് 13 ഫോർമേഷൻസ് ഓഫ് എംപയേഴ്സ് സസാനിഡ്, ആൻഡ് തീം 6 വരുന്നത് ഏൻഷ്യൻ ഗ്രീസ്, യൂണിറ്റ് 14 അതിൽ യൂണിറ്റ് 14 വരുന്നത് ഡെമോക്രാറ്റിക് പോളിറ്റി ഇൻ ഗ്രീസ്, യൂണിറ്റ് 15 വരുന്നത് ഗ്രീക്ക് കൾച്ചർ ട്രഡീഷൻസ്. നെക്സ്റ്റ് മാം. ഓക്കെ. ദെൻ BHIC 103 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 2. ഇത് നമ്മളുടെ കോർ പേപ്പറാണ്, കമ്പൾസറി പേപ്പറാണ്. ഇതിൽ ബ്ലോക്ക് 1 ഇന്ത്യ 200 BC to 300 BC. അതിൽ യൂണിറ്റ് 1 വരുന്നത് ദ സുങ്കാസ് ആൻഡ് കുഷാനാസ്, യൂണിറ്റ് 2 വരുന്നത് എമർജൻസ് ഓഫ് റീജിയണൽ പവേഴ്സ്, യൂണിറ്റ് 3 വരുന്നത് ഏർലി സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ ഡെക്കാൻ ആൻഡ് തമിഴകം, യൂണിറ്റ് 4 വരുന്നത് അഗ്രേറിയൻ സെറ്റിൽമെന്റ്സ് ആൻഡ് അഗ്രേറിയൻ സൊസൈറ്റീസ് പെനിൻസുല ഇന്ത്യ, യൂണിറ്റ് 5 വരുന്നത് ട്രേഡ് നെറ്റ്വർക്ക്സ് ആൻഡ് അർബനൈസേഷൻ, ആൻഡ് ബ്ലോക്ക് 2 വരുന്നത് ഗുപ്താസ് ആൻഡ് പോസ്റ്റ് ഗുപ്ത സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. അതിൽ യൂണിറ്റ് 6 വരുന്നത് റൈസ് ഓഫ് ഗുപ്താസ് എക്കോണമി, സൊസൈറ്റി ആൻഡ് പോളിറ്റി, യൂണിറ്റ് 7 വരുന്നത് പോസ്റ്റ് ഗുപ്ത കിങ്ഡം ഇൻ നോർത്ത് ഇന്ത്യ, യൂണിറ്റ് 8 വരുന്നത് ഹർഷ ആൻഡ് ദ റൈസ് ഓഫ് കനൂജ്, യൂണിറ്റ് 9 വരുന്നത് കിങ്ഡംസ് ഇൻ ദ ഡെക്കാൻ ആൻഡ് സൗത്ത്. നെക്സ്റ്റ് മാം. BHIC 103 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 2 തേർഡ് ബ്ലോക്ക് വരുന്നത് തേർഡ് ബ്ലോക്കിൽ ട്രാൻസിഷൻ ഓഫ് ഏർലി മിഡീവൽ ഇന്ത്യയിൽ യൂണിറ്റ് 10 വരുന്നത് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ, യൂണിറ്റ് 11 വരുന്നത് സ്റ്റേറ്റസ് ഓഫ് വുമൻ, യൂണിറ്റ് 12 വരുന്നത് ക്രാഫ്റ്റ് ആൻഡ് ക്രാഫ്റ്റ് പേഴ്സൺസ്, യൂണിറ്റ് 13 വരുന്നത് റിലീജിയൻസ് ആൻഡ് റിലീജിയസ് പ്രാക്ടീസസ്. ബ്ലോക്ക് 4 വരുന്നത് കൾച്ചറൽ ഡെവലപ്മെന്റ്. അതിൽ യൂണിറ്റ് 14 വരുന്നത് ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചർ, യൂണിറ്റ് 15 വരുന്നത് സ്കൾപ്ചർ ആൻഡ് ആർക്കിടെക്ചർ, യൂണിറ്റ് 15 ആണത്. യൂണിറ്റ് 16 വരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി, യൂണിറ്റ് 17 വരുന്നത്
എക്കോണമി ആൻഡ് ട്രേഡ്. യൂണിറ്റ് 18 വരുന്നത് എൻവയറമെന്റ്, ഫോറസ്റ്റ് ആൻഡ് വാട്ടർ റിസോഴ്സ്. നെക്സ്റ്റ് മാം. BHIC 104 social formations and culture patterns of the modern world. തീം 1ൽ വരുന്നത് റോമൻ റിപ്പബ്ലിക്. യൂണിറ്റ് 1 വരുന്നത് റോമൻ എംപയർ പൊളിറ്റിക്കൽ സിസ്റ്റം. യൂണിറ്റ് 2 വരുന്നത് റോമൻ എംപയർ എക്കോണമി ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. യൂണിറ്റ് 3 വരുന്നത് റിലീജിയൻ ആൻഡ് ദ റൈസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ദ റോമൻ വേൾഡ്. യൂണിറ്റ് 4 വരുന്നത് ക്രൈസിസ് ഓഫ് ദ റോമൻ എംപയർ. ആൻഡ് തീം 2ൽ വരുന്നത് ഫ്യൂഡലിസം ഇൻ യൂറോപ്പ് ഫ്രം ദി 7th to 14th century. അതിൽ യൂണിറ്റ് 5 വരുന്നത് ഫോം ആൻഡ് സ്ട്രക്ചർ ഓഫ് ഫ്യൂഡലിസം. യൂണിറ്റ് 6 വരുന്നത് ഫേസസ് ഓഫ് ഫ്യൂഡലിസം ആൻഡ് ഇറ്റ്സ് ഡിക്ലൈൻ. നെക്സ്റ്റ്. ആൻഡ് തീം 3ൽ വരുന്നത് റിലീജിയൻ, എക്കോണമി ആൻഡ് ഓൾട്ടർനേറ്റീവ് സ്റ്റേറ്റ് ഫോർമേഷൻസ്. അതിൽ യൂണിറ്റ് 7 വരുന്നത് റിലീജിയൻ ആൻഡ് കൾച്ചർ ഇൻ മിഡീവൽ യൂറോപ്പ്. യൂണിറ്റ് 8 വരുന്നത് ഗ്രോത്ത് ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഇൻ യൂറോപ്പ്. Then Unit 9 വരുന്നത് റൈസ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ ഏഷ്യ ആൻഡ് യൂറോപ്പ്. യൂണിറ്റ് 10 വരുന്നത് ആഫ്രിക്ക. യൂണിറ്റ് 11 വരുന്നത് ലാറ്റിൻ അമേരിക്ക. തീം 4ൽ വരുന്നത് സൊസൈറ്റീസ് ഇൻ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ്. അതിൽ യൂണിറ്റ് 12 വരുന്നത് പ്രീ ഇസ്ലാമിക് അറബ് വേൾഡ് ആൻഡ് ഇറ്റ്സ് കൾച്ചർ. യൂണിറ്റ് 13 വരുന്നത് ദ റൈസ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഇസ്ലാം. യൂണിറ്റ് 14 വരുന്നത് the Caliphate, Umayyads and Abbasids. And Unit 15 വരുന്നത് Islamic Society, Rise and Spread of Sects. Unit 16 വരുന്നത് Trade World of Asia and the Arabs. Next, ma'am. And നമ്മളുടെ എലക്ടീവ് പേപ്പറുകളിൽ ഒന്നാണിത്. BEVAE 181 Environment Studies. Block 1 വരുന്നത് An Introduction to Environment and Environmental Studies. ബ്ലോക്ക് 2ൽ വരുന്നത് നാച്ചുറൽ റിസോഴ്സസ്. ബ്ലോക്ക് 3ൽ വരുന്നത് എൻവയറമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. ബ്ലോക്ക് 4ൽ വരുന്നത് പ്രൊട്ടക്ടിങ് അവർ എൻവയറമെന്റ്, പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. നെക്സ്റ്റ് മാം. ആൻഡ് ഇനി നമുക്ക് ബ്ലോക്കിൽ 1ൽ വരുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്ലോക്ക് 1 ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു എൻവയറമെന്റ് ആൻഡ് എൻവയറമെന്റ് സ്റ്റഡീസിൽ യൂണിറ്റ് 1 വരുന്നത് അവർ എൻവയറമെന്റ്. യൂണിറ്റ് 2 എക്കോസിസ്റ്റം. യൂണിറ്റ് 3 മേജർ എക്കോസിസ്റ്റം. Then block 2ൽ വരുന്നത് നാച്ചുറൽ റിസോഴ്സസ്. യൂണിറ്റ് 4 ലാൻഡ് ആൻഡ് വാട്ടർ. യൂണിറ്റ് 5 വരുന്നത് ഫോറസ്റ്റ് റിസോഴ്സസ്. യൂണിറ്റ് 6 ബയോഡൈവേഴ്സിറ്റി, വാല്യൂസ് ആൻഡ് സർവീസസ്. യൂണിറ്റ് 7 വരുന്നത് എനർജി റിസോഴ്സസ്. നെക്സ്റ്റ് മാം. ദെൻ ബ്ലോക്ക് 3ൽ വരുന്നത് എൻവയറമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. അതിൽ യൂണിറ്റ് 8 വരുന്നത് ബയോഡൈവേഴ്സിറ്റി, ത്രെഡ്സ് ആൻഡ് കൺസർവേഷൻ. യൂണിറ്റ് 9 വരുന്നത് എൻവയറമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ്. യൂണിറ്റ് 10 വരുന്നത് വേസ്റ്റ് മാനേജ്മെന്റ്. യൂണിറ്റ് 11 വരുന്നത് ഗ്ലോബൽ എൻവയറമെന്റൽ ഇഷ്യൂസ്. ആൻഡ് ബ്ലോക്ക് 4ൽ വരുന്നത് ബ്ലോക്ക് 4 പ്രൊട്ടക്ടിങ് അവർ എൻവയറമെന്റ്, പോളിസീസ് ആൻഡ് പ്രാക്ടീസിൽ വരുന്നത് യൂണിറ്റ് 12 എൻവയറമെന്റൽ ലെജിസ്ലേഷൻ. യൂണിറ്റ് 13 വരുന്നത് ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയറമെന്റ്. യൂണിറ്റ് 14 വരുന്നത് എൻവയറമെന്റൽ എത്തിക്സ്. നെക്സ്റ്റ് മാം. ദെൻ നമ്മളുടെ അടുത്ത പേപ്പർ BED SV 101 വാല്യൂ എഡ്യൂക്കേഷൻ. ബ്ലോക്ക് 1 കൺസെപ്റ്റൽ ഫ്രെയിംവർക്ക്. ബ്ലോക്ക് 2 ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. ദെൻ ബ്ലോക്ക് 3 വരുന്നത് തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻസ്. ബ്ലോക്ക് 4 വരുന്നത് സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്. ബ്ലോക്ക് 5 വരുന്നത് സോഷ്യൽ ലിങ്കേജസ്. നെക്സ്റ്റ് മാം. അതിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 വരുന്നത് സോഷ്യൽ മലൈസ് ആൻഡ് ദ നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ. യൂണിറ്റ് 2 വരുന്നത് കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ. യൂണിറ്റ് 3 വരുന്നത് ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റി. യൂണിറ്റ് 4 വരുന്നത് പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി, ലിവിംഗ് ഇൻ പീസ് ആൻഡ് ഹാർമണി. നെക്സ്റ്റ് ബ്ലോക്ക് വരുന്നത് ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. യൂണിറ്റ് 1 വരുന്നത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. യൂണിറ്റ് 2 വരുന്നത് വാല്യൂസ് enshrined in Indian philosophy. യൂണിറ്റ് 3 വരുന്നത് കൾച്ചറൽ പ്ലൂറലിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി. യൂണിറ്റ് 4 വരുന്നത് വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നെക്സ്റ്റ് മാം. ആൻഡ് ബ്ലോക്ക് 3ൽ വരുന്നത് തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻസ്. അതിൽ യൂണിറ്റ് 1 വരുന്നത് തിയറീസ് ഓഫ് ഗുഡ്നെസ്. യൂണിറ്റ് 2 വരുന്നത് തിയറീസ് ഓഫ് കണ്ടക്ട്. ആൻഡ് യൂണിറ്റ് 3 വരുന്നത് റീസൺ ആൻഡ് ഇമോഷൻസ് ഇൻ ഹ്യൂമൻ കണ്ടക്ട്. യൂണിറ്റ് 4 വരുന്നത് ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി. നെക്സ്റ്റ് മാം. ആൻഡ് ബ്ലോക്ക് 4 സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റിൽ വരുന്നത് യൂണിറ്റ് 1ൽ വരുന്നത് പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ.
യൂണിറ്റ് 2 വരുന്നത് സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. യൂണിറ്റ് 3 വരുന്നത് വാല്യൂസ്, കോൺഫ്ലിക്റ്റ് ആൻഡ് റെസൊല്യൂഷൻ. യൂണിറ്റ് 4 വരുന്നത് പ്രോസസ് ഓഫ് ഹ്യൂമൻ അഡ്ജസ്റ്റ്മെന്റ്. നെക്സ്റ്റ് മാം. ആൻഡ് ബ്ലോക്ക് 5 സോഷ്യൽ ലിങ്കേജസ്. അതിൽ യൂണിറ്റ് 1 വരുന്നത് വാല്യൂ ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫാമിലി ആൻഡ് നെയ്ബർഹുഡ്. യൂണിറ്റ് 2 വരുന്നത് സോഷ്യൽ ആൻഡ് പിയർ. യൂണിറ്റ് 3 വരുന്നത് റോൾ ഓഫ് പാരന്റ്സ്. ദെൻ യൂണിറ്റ് 4 വരുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ഓൺ വാല്യൂ ഡെവലപ്മെന്റ്. നെക്സ്റ്റ് മാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ സിലബസ് നമ്മൾ ഫോളോ ചെയ്തു പോകുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ സബ്ജക്റ്റുകൾ. ദെൻ വാണി മാം നിങ്ങളോട് സംസാരിക്കുന്നത് നെക്സ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നികിത മാം സബ്ജക്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഗ്രാം കംപ്ലീഷൻ ആണ്. അപ്പൊ പ്രോഗ്രാം കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഡിഗ്രി പ്രോഗ്രാമിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, മീൻസ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റും ഈ കാര്യങ്ങളും മാത്രം പഠിച്ചുകൊണ്ടായാലും നമുക്ക് എക്സാംസ് ഉണ്ട്, ടേം ആൻഡ് എക്സാമിനേഷനും അതേപോലെ അസൈൻമെന്റ്സും ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യമായി നോക്കാൻ പോകുന്നത് ടേം ആൻഡ് എക്സാമിനേഷൻ ആണ്. ടേം ആൻഡ് എക്സാമിനേഷൻ, TE എക്സാം എന്ന് പറയും. അപ്പം ഇഗ്നു യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി വർഷത്തിൽ 2 പ്രാവശ്യമാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്, ജൂണിലും ഡിസംബറിലുമായിട്ട്. നിങ്ങൾ ജനുവരി 2025 അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും എക്സാംസ് വരുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത് ഡിസംബർ ആയിരിക്കും. ജനുവരിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് ഡിസംബറിലായിരിക്കും എക്സാംസ് വരുന്നുണ്ടാവുക. അപ്പൊ ഡിസംബറിൽ എക്സാം വരുമ്പോൾ നമ്മൾക്ക് അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് ഉണ്ടാവുക സെപ്റ്റംബറിലായിരിക്കും. ഡിസംബറിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസിന് ഓൺലൈൻ ആപ്ലിക്കേഷൻ, എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത് സെപ്റ്റംബറോട് കൂടിയിട്ടായിരിക്കും. അതേപോലെ നേരെ തിരിച്ച് ജൂണിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ, ഇപ്പൊ ഡിസംബറിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചില്ല എങ്കിൽ വെരി നെക്സ്റ്റ് എക്സാംസ് അത് കണ്ടക്ട് ചെയ്യുന്നത് ജൂൺ ആയിരിക്കും, ജൂൺ 2026 അപ്പൊ ആ എക്സാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പൊ ജൂണിൽ എക്സാം എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റ് അല്ലെങ്കിൽ ലിങ്ക് ഓപ്പൺ ആകുന്ന ടൈം എന്ന് പറയുന്നത് മാർച്ചിലും ആയിരിക്കും. അപ്പൊ യൂണിവേഴ്സിറ്റി വർഷത്തിൽ 2 പ്രാവശ്യം എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എക്സാംസിൽ നമുക്ക് പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ, ഡിഗ്രി സ്റ്റുഡൻസിന്റെ പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ 35% ആണ്. 100 മാർക്ക് അടിസ്ഥാനമാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ട്. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 ആയിരിക്കും. ആ 100 മാർക്ക് എക്സാംസിൽ നമ്മൾക്ക് വേണ്ടത് 35 മാർക്കാണ്. 100ൽ 35 ആണ് നമുക്ക് ജയിക്കാൻ വേണ്ടത്. ഈവൻ നമുക്ക് 35 കിട്ടുന്നില്ല, 100ൽ 35 മാർക്ക് നമ്മൾക്ക് നേടിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എക്സാം സർക്കിൾ, ഇപ്പൊ ഡിസംബറിലെ എക്സാമിനാണ് നമ്മൾ ഫെയിൽ ആയതെങ്കിൽ അടുത്ത ജൂണിൽ വരുന്ന എക്സാമിന് നമുക്ക് റീഅപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ ഈ ഒരു ഡിഗ്രി പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 തൊട്ട് 6 വർഷം വരെയാണ്. 3 തൊട്ട് 6 വർഷം വരെ. ആ 6 വർഷത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു പേപ്പർ ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. 100 മാർക്കിലുള്ള പേപ്പറിൽ നമുക്ക് എഴുതി വാങ്ങിക്കേണ്ട മിനിമം മാർക്ക് എന്ന് പറയുന്നത് 35 ആണ്. അപ്പൊ ഈ 6 വർഷത്തിനുള്ളിൽ നമുക്കിത് എഴുതിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തതായിട്ടുള്ളത് അസൈൻമെന്റ്സ് ആണ്. അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ടോ അത്രയും അസൈൻമെന്റ്സ് നമുക്കുണ്ട്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഇയറിൽ 8 സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ 8 അസൈൻമെന്റ്സ് നമുക്ക് ഉണ്ടാവും. ആ 8 അസൈൻമെന്റ്സ് നമുക്ക് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിലാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. പിന്നെ അപ് ടു സ്റ്റഡി സെന്റേഴ്സ്, നമ്മുടെ സ്റ്റഡി സെന്റേഴ്സ് ആണ് അസൈൻമെന്റ്സിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അപ്പൊ അസൈൻമെന്റ്സ് ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് എഴുതണം എന്ന് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം അസൈൻമെന്റ്സിന്റെ കാര്യങ്ങൾ നോക്കുകയും അതിന് മാർക്ക് ഇടുകയും ഒക്കെ ചെയ്യുന്നത് സ്റ്റഡി സെന്റേഴ്സ് ആണ്. അസൈൻമെന്റിനും ഈ പറഞ്ഞ പോലെ തന്നെ ടേമിന്റെ എക്സാമിനേഷന്റെ കൂടെ തന്നെ ജയിക്കാൻ വേണ്ടത് 35 ആണ്. രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടാണ് സ്കോർ നേടേണ്ടത്. അസൈൻമെന്റ് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡന്റ് ഡിസംബറിലേക്ക് എക്സാം എഴുതുന്ന സ്റ്റുഡന്റ് ആണ് എങ്കിൽ അവർ അസൈൻമെന്റ് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിഗ്രി സ്റ്റുഡൻസ് ആണെങ്കിൽ മാർച്ച് തൊട്ടേ വെച്ച് തുടങ്ങാവുന്നതാണ്. മാർച്ച് തൊട്ട് ഒക്ടോബർ വരെയൊക്കെ നമുക്ക് വെക്കാം. പിന്നെ ചേഞ്ചസ് ഒന്നുകിൽ യൂണിവേഴ്സിറ്റി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട് അസൈൻമെന്റ് വെക്കേണ്ടത്, അല്ലെങ്കിൽ സ്റ്റഡി സെന്റേഴ്സ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ വരുന്നതായിരിക്കും. അത് നിങ്ങളുടെ കൺസേൺഡ് മെന്റേഴ്സ് വൺസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും. അസൈൻമെന്റ്സിന്റെ ഗൈഡ് ബുക്ക് എല്ലാം ലേണർബേസിന്റെ ആപ്പിൽ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്കൊരു ഹിന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഹിന്റ് എന്ത്, അത് കറക്റ്റ് ആൻസർ തന്നെയാണ്, പക്ഷെ ഒരേപോലെ അത് കോപ്പി അടിച്ച് എഴുതണം എന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ടെക്സ്റ്റ് ബുക്കും SLMസും ഒക്കെ വായിച്ചിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അസൈൻമെന്റ്സിന്റെ ഗൈഡ് ബുക്ക് ഹിന്റ് ആയിട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അസൈൻമെന്റ് ജനുവരി ചേർത്ത ഒരു
സ്റ്റുഡന്റ് ഡിസംബറിൽ എക്സാം എഴുതാനാണെങ്കിൽ അസൈൻമെന്റ് വെക്കേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് തൊട്ട് ഒക്ടോബർ 31 വരെയാണ്. അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ചില സ്റ്റഡി സെന്റേഴ്സും എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. നേരെ തിരിച്ച് ജൂണിൽ എക്സാം എഴുതുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ ഏപ്രിൽ 31 മുമ്പായിട്ട് നമ്മളത് വെക്കേണ്ടതാണ്. ഏപ്രിൽ 31 മുമ്പായിട്ട് വെക്കേണ്ടതാണ്. പിന്നെ ഉള്ള കാര്യങ്ങൾ അസൈൻമെന്റിന്റെ പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ 35 ആണ്. അസൈൻമെന്റിനും ടേമിന്റെ എക്സാമിനേഷനും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം. അസൈൻമെന്റിന് സെപ്പറേറ്റ് ആയിട്ട് 35 മാർക്ക് വാങ്ങിക്കണം. ടേമിന്റെ എക്സാമിനേഷനും സെപ്പറേറ്റ് ആയിട്ട് 35 മാർക്ക് നമ്മൾ വാങ്ങിച്ചിരിക്കണം. എത്ര സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടോ അത്രയും അസൈൻമെന്റ്സ് നമുക്കുണ്ടാവും. പിന്നെ അസൈൻമെന്റ്സിന് കറക്റ്റ് ഒരു ഫോർമാറ്റ് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. അത് നിങ്ങളുടെ കൺസേൺഡ് മെന്റർ, നിങ്ങളുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് വൺസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺസേൺഡ് മെന്റർ നിങ്ങൾക്കത് അയച്ച് തരുന്നതായിരിക്കും. പിന്നീടുള്ള കാര്യങ്ങൾ, ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ചാൻസസിൽ നിങ്ങൾ അതിൽ ഫെയിൽ ആവുകയാണെങ്കിൽ, അസൈൻമെന്റിന് ഫെയിൽ ആവുന്ന ചാൻസ് വളരെ കുറവാണ്, എന്നാലും അസൈൻമെന്റ് ഫെയിൽ ആവുകയാണെങ്കിൽ എഗെയിൻ നിങ്ങൾ എപ്പോഴാണോ അടുത്തത് വെക്കുന്നത് ആ ടൈമിൽ ഫ്രഷ് ആയിട്ടുള്ള അസൈൻമെന്റ്, ആ ടൈമിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ആ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ആ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ടുള്ള പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണോ അതിനെ ബേസ് ചെയ്ത് ആൻസർ എഴുതി റീസബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അസൈൻമെന്റ് വെക്കുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അക്നോളേജ്മെന്റ് ഷീറ്റ്. നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് സ്റ്റഡി സെന്റർ, കൺസേൺഡ് സ്റ്റഡി സെന്റേഴ്സിലാണ് അസൈൻമെന്റ് വെക്കേണ്ടത്. കാരണം നമുക്ക് 3 റീജിയണൽ സെന്റർ ഉണ്ട്. തിരുവനന്തപുരം, കൊച്ചി, വടകര, 3 റീജിയണൽ സെന്റേഴ്സ് ആണ്. ആ 3 റീജിയണൽ സെന്ററിന്റെ ഏതെങ്കിലും അണ്ടറിൽ വരുന്ന സ്റ്റഡി സെന്ററിലായിരിക്കും നമ്മൾ ചേർന്നിട്ടുണ്ടാവുക. അപ്പൊ ആ സ്റ്റഡി സെന്ററിൽ നേരിട്ട് കൊണ്ടുപോയാണ് അസൈൻമെന്റ് വെക്കേണ്ടത്. ഇൻ സം കേസസ് നമുക്കത് നേരിട്ട് കൊണ്ടുപോയി വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ആരെയും നമുക്കത് ഏൽപ്പിക്കാവുന്നതാണ്. പിന്നെ അസൈൻമെന്റ് വെക്കുമ്പോൾ അക്നോളജ്മെന്റ് ഷീറ്റ് മസ്റ്റ് ആയിട്ട് കൈപ്പറ്റുക. അക്നോളജ്മെന്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തു വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു സാധനം വാങ്ങിച്ചാലും നമുക്കൊരു റെസിപ്റ്റ് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്തു എന്നതിനൊരു എവിഡൻസ് ആണ് ഈ പറഞ്ഞ അക്നോളജ്മെന്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്ന് വെച്ചാൽ, വൺസ് നമ്മൾ അസൈൻമെന്റ് വെച്ചു, അസൈൻമെന്റ് എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു 30 പേജസ് ഒക്കെ വരും ഒരു സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് പോലും. അപ്പൊ അത്രയും നമ്മൾ സമയം ഡിവോട്ട് ചെയ്ത് അസൈൻമെന്റ് പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിൽ എഴുതി വെക്കുന്നതിന്റെ ഒരു കോപ്പി നിങ്ങൾ കയ്യിലെടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നെങ്കിൽ അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നിങ്ങൾക്ക് കയ്യിൽ വെക്കാവുന്നതാണ്, അതല്ല എങ്കിൽ ഫോണിൽ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് കയ്യിൽ വെക്കാവുന്നതാണ്. കാരണം ഈ അസൈൻമെന്റിൽ വരുന്ന പല ക്വസ്റ്റ്യൻസും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പരീക്ഷയ്ക്ക് റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ ഇൻ കേസ് അസൈൻമെന്റിന്റെ ആൻസർ മാർക്ക് നിങ്ങൾക്ക് മാർക്ക് ഷീറ്റിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇന്ന ദിവസം ഈ അക്നോളജ്മെന്റ് സ്ലിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അതേപോലെ ഈ കോപ്പിയും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ അസൈൻമെന്റ് ഞാൻ ഇന്ന ദിവസം ഈ സമയത്ത് ഇവിടെ കൊണ്ടുപോയി വെച്ചതാണ്, ഇതിന്റെ മാർക്ക് എനിക്ക് വന്നിട്ടില്ല. ഈ അക്നോളജ്മെന്റ് സ്ലിപ്പ് നമുക്കൊരു PDF ഫോർമാറ്റിൽ അവൈലബിൾ ആണ്. അത് കൂടാതെ തന്നെ ചില സ്റ്റഡി സെന്റേഴ്സ് അവർ കൊടുക്കാറുമുണ്ട്. അതുമല്ല എങ്കിൽ ഒരു A4 ഷീറ്റ് പേപ്പറിനകത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെന്റ്സിന്റെ കോഡ് എഴുതിയിട്ട് ഏത് ദിവസമാണോ അസൈൻമെന്റ് വെക്കുന്നത് ആ ദിവസത്തെ ഡേറ്റും നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും പേരും എഴുതി കഴിഞ്ഞാൽ അവരോടൊന്ന് സൈൻ ചെയ്ത് സീൽ ചെയ്ത് തരും. ഒട്ടുമിക്ക സ്റ്റഡി സെന്റേഴ്സും അക്നോളജ്മെന്റ് ഷീറ്റ് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ആ ഒരു പ്രിന്റഡ് കോപ്പി നിങ്ങൾ ഫില്ല് ചെയ്ത് കൊണ്ടുപോയാൽ അവരത് സൈനും സീലും ഇട്ട് തരുന്നതായിരിക്കും. വളരെ ഫ്യൂ സ്റ്റഡി സെന്റേഴ്സ് അക്നോളജ്മെന്റ് ഷീറ്റിൽ സൈനും സീലും ചെയ്യാത്തത്, ബാക്കി എല്ലാ സ്റ്റഡി സെന്റേഴ്സും ചെയ്തു കൊടുക്കാറുണ്ട്. അതൊരു എവിഡൻസ് ആണ്, നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു എന്നതിനൊരു പ്രൂഫാണ്, സ്റ്റുഡൻസിന്റെ കയ്യിലുള്ള ഒരു പ്രൂഫാണ് ഈ അക്നോളജ്മെന്റ് ഷീറ്റ് എന്ന് പറയുന്നത്. വൺസ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് മസ്റ്റ് ആയിട്ടും സ്റ്റഡി സെന്ററിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതേപോലെ തന്നെ അസൈൻമെന്റിൽ നമ്മൾ ഫെയിൽ ആവുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് അത് റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇത്രയാണ് അസൈൻമെന്റിന്റെ കാര്യം എന്ന് പറയുന്നത്. പിന്നുള്ളത് നമ്മുടെ ഒരു സബ്ജക്റ്റിന്റെ ഫൈനൽ റിസൾട്ട് ആണ്. ഒരു സബ്ജക്റ്റിന്റെ ഫൈനൽ റിസൾട്ട് നമ്മൾ കണക്കാക്കുന്നത് അതിന്റെ ഒരു ഫൈനൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 100 ആണ്. ആ 100 മാർക്കിൽ 30% എടുക്കുന്നത് അസൈൻമെന്റിൽ നിന്നും 70% ടേം ആൻഡ് എക്സാമിനേഷനിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു പരീക്ഷ എഴുതി, ആ പരീക്ഷ എഴുതിയതിൽ അസൈൻമെന്റിൽ നമുക്ക് 100ൽ 98 മാർക്ക് കിട്ടി എന്ന് വിചാരിക്കാം. 100ൽ 98 മാർക്കും എഴുതി വാങ്ങിച്ചപ്പോൾ 60 മാർക്കാണ് കിട്ടിയത്. നമുക്ക് അസൈൻമെന്റിന് 98ഉം എഴുതി വാങ്ങിച്ചപ്പോൾ 100ൽ 60 മാർക്കും കിട്ടിയതെങ്കിൽ ആ 98ന്റെ ഒരു 30%, 98 എന്ന അസൈൻമെന്റിന് സ്കോർ ചെയ്ത 98ന്റെ 30%, അതേപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷന് സ്കോർ ചെയ്തത് 60 ആണ്, 60 മാർക്കാണ്. ആ 60ന്റെ 70% കൂടെ എടുത്തിട്ടാണ് ഒരു സബ്ജക്റ്റിന്റെ ഫൈനൽ സ്കോർ നിശ്ചയിക്കുന്നത്. അപ്പൊ അതുമൂലം അസൈൻമെന്റിന്റെ പ്രാധാന്യം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് എഴുതി വാങ്ങിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ജസ്റ്റ് പാസ് 35 അല്ലെങ്കിൽ 36, 37 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ
അതിന്റെ അസൈൻമെന്റ് നിങ്ങൾ നല്ല രീതിയിൽ എഴുതി വെക്കുവാണ്, ഒരു 90-ന് മേളിൽ മാർക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ അസൈൻമെന്റ് എഴുതി വെക്കുവാണെങ്കിൽ ഓവറോൾ സബ്ജക്റ്റിന്റെ ഗ്രേഡ് വരുമ്പോൾ അല്ലെങ്കിൽ ഓവറോൾ മാർക്ക് വരുമ്പോൾ ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ അസൈൻമെന്റിന് അതേപോലെ തന്നെ പ്രാധാന്യമുണ്ട്, നല്ല വെയിറ്റേജും ഇവിടെയുണ്ട്. ഇങ്ങനെയാണ് ഒരു സബ്ജക്റ്റിന്റെ ഫൈനൽ സ്കോർ നിർണ്ണയിക്കുന്നത്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഫൈനലി ചോദിക്കാവുന്നതാണ്. അടുത്തതാണ് അക്കാഡമിക് ടൈം ടേബിൾ. നമ്മൾ പറഞ്ഞു നമുക്കൊരു ടൈം ടേബിൾ ഉണ്ട്. ലേൺ വൈസിന്റെ ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു പോകുന്നത് എങ്ങനെയാണ്, ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ്. അടുത്തത് നമ്മൾ ഇവിടെ ടൈം ടേബിൾ ആണ് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നത് 3 വർഷ ഡിഗ്രി കോഴ്സിന്റെ ടൈം ടേബിൾ ആണ്. ഈ തന്നിരിക്കുന്നതാണ് 3 വർഷ ഡിഗ്രി കോഴ്സിന്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടൈം ടേബിൾ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഫെബ്രുവരി 3-ാം തീയതിയാണ് നമ്മുടെ എന്ത് കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 3-ാം തീയതി. അപ്പൊ ഫെബ്രുവരി 3-ാം തീയതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ആ ദിവസം നമ്മൾ കാണേണ്ടത്, ഫസ്റ്റ് നമ്മുടെ കോർ പേപ്പർ ആയിട്ടുള്ള ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടും അതേപോലെ തന്നെ ബ്ലോക്ക് 1-ലെ ലെസൺ 1-ഉം ആണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ 2 സമയം കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, ആ ടൈമിൽ ക്ലാസ് ഉണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് ആ ഒരു ടൈം നമ്മൾ തിരിച്ചു തന്നിരിക്കുന്നത്. രാവിലെ ഡിസ്റ്റന്റ് ആയിട്ടാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾ ഇത്രയും നോക്കുക. രാവിലെ ഒരു 10:30 ആകുമ്പോഴത്തേക്കിന് ഇത് നോക്കുക. അതേപോലെ തന്നെ വൈകിട്ട് ഒരു 7 PM ആകുമ്പോൾ ഈ ലെസൺ 1 നോക്കുക. ഇത് രണ്ടും നിങ്ങൾക്ക് ഒറ്റയടിക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇതിൽ ഉള്ളടക്കം എന്ന് പറയുന്നത് ഫെബ്രുവരി 3-ാം തീയതി തിങ്കളാഴ്ച തൊട്ടാണ് നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ കാണേണ്ടത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പാർട്ട് 2 എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടും ലെസൺ 1-ഉം നിങ്ങൾ കണ്ടിരിക്കണം. അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങളുടെ ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾ കാണുക. അടുത്തത് ഫെബ്രുവരി 4-ാം തീയതി ചൊവ്വാഴ്ച നിങ്ങൾ എന്താണ് ലെസൺ 2 ബ്ലോക്ക് 1-ന്റെ തന്നെ ലെസൺ 2 കാണുക. അതേപോലെ തന്നെ ലെസൺ 3-യും കാണുക. ഒരു വീഡിയോ എന്ന് പറയുന്നത് 1 മണിക്കൂറിനകത്ത് വരുന്ന രീതിയിലാണ്, 45 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ ദൈർഘ്യം വരുന്ന രീതിയിലാണ് റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആയിട്ടുള്ളത് ആപ്പിനകത്ത്. അപ്പൊ ഒരു ദിവസം 2 വീഡിയോ അല്ലെങ്കിൽ 2 ലെസൺസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ടൈം ടേബിളിലൂടെ പോകുന്നത്. പിന്നെ നമ്മുടെ ഫെബ്രുവരി 7-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ആ ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ഫെബ്രുവരി 7-ാം തീയതിയാണ്. അതിന് ശേഷമായിരിക്കും നമുക്ക് ലൈവ് റിവിഷൻസ് വരുന്നുണ്ടാവും. ബ്ലോക്ക് വൈസ് ആണ് ലൈവ് റിവിഷൻസ് വരുന്നത്. ഈ ലൈവ് റിവിഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് മൺഡേ ടു സാറ്റർഡേ ഇൻ ബിറ്റ്വീൻ ഓഫ് 7 to 9 ആണ്. രാത്രി 7-നും 9-നും ഇടയ്ക്ക് 1 മണിക്കൂറായിരിക്കും ലൈവ് സെഷൻസ് വരുന്നത്. അത് ബ്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പൊ അവിടെ ഈ എൻറ്റയർ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകത്തില്ല. ഈ ഒരു ബ്ലോക്ക് 1-ലെ ഈ ഒരു എന്താണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഹിസ്റ്ററി ഓഫ് ഇന്ത്യ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിന്റെ ബ്ലോക്ക് 1-ലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ, പരീക്ഷയ്ക്ക് ഏതൊക്കെയാണോ ചോദിക്കാൻ സാധ്യതയുള്ളത്, ആ പോർഷൻസ് മാത്രം മെൻഷൻ ചെയ്തിട്ടായിരിക്കും ലൈവ് റിവിഷൻസ് ഉണ്ടാവുക. ആ ലൈവ് റിവിഷൻസ് വരാൻ സാധ്യതയുള്ള ഡേറ്റ് ആണ് ഫെബ്രുവരി 8 തൊട്ട് അല്ലെങ്കിൽ ഫെബ്രുവരി 10-നുള്ളിലായിരിക്കും നമുക്കത് വരുന്നുണ്ടാവുക. ഈ ലൈവ് റിവിഷൻസ് ഉണ്ടാവുന്ന ഒരു എസ്റ്റിമേറ്റഡ് ഡേറ്റ് ആണ് ഇവിടെ തരുന്നത്. ഈ ദിവസം തന്നെ ലൈവ് നടക്കണം എന്നില്ല, പക്ഷെ നമ്മൾ ആ ഒരു ടൈം അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഡേറ്റിന് ശേഷം 10-നകമോ അല്ലെങ്കിൽ 7-ന് ശേഷമോ അല്ലെങ്കിൽ 10-ന് ശേഷമായിരിക്കും നമുക്ക് ലൈവ് സെഷൻസ് വരുന്നത്. ചിലപ്പോൾ എല്ലാ ആഴ്ചയിലും ലൈവ് വന്നതെന്ന് വരില്ല. എല്ലാ ദിവസവും നമുക്ക് എന്തായാലും ലൈവേ കാണത്തില്ല. വൺസ് ഇൻ എ വീക്ക് ആയിരിക്കും ലൈവ് ഉണ്ടാവുക. അത് ഈ ഒരു ബ്ലോക്ക് ഫുൾ കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും ലൈവ് സെഷൻസ് വരുന്നുണ്ടാവുക. കഴിവതും ഒരു ലൈവ് സെഷൻ കൊണ്ട് ഒരു ബ്ലോക്ക് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കുക, നിങ്ങളുടെ ഈ ഒരു സബ്ജക്റ്റിന്റെ തന്നെ ബ്ലോക്ക് 4 നോക്കുവാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ലെങ്തി ആണ് ഒരു ലെസൺസ് വരുന്നത്. ഇത്രയും ലെസൺസ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ബ്ലോക്ക് 4-ന്റെ സെഷൻസ് ഒന്നും ഒരു ലൈവ് സെഷൻ കൊണ്ട് തീരില്ല. 1, 2, 3 സെഷൻ കൊണ്ട് തീർന്നേക്കാം. അപ്പോൾ ബ്ലോക്കിനകത്തെ ലെസൺസിന്റെ എണ്ണത്തിനനുസരിച്ച് ലൈവ് സെഷൻസിന്റെ എണ്ണം കൂടുന്നത്. അപ്പൊ നമുക്ക് ഫെബ്രുവരി 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ടേബിൾ എൻഡ് ചെയ്യുന്നത് നമുക്ക് മെയിലാണ്. കാരണം നമ്മൾ ഇവിടെ പോർഷൻസ്, നമുക്ക് ഒരു വർഷം 8 സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത്. നമ്മൾ അതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സെമസ്റ്റർ ആയിട്ട് പഠിച്ചു പോകുന്നില്ല. എക്സാംസ് നമുക്ക് ഇയർലി ആണ്. ലേൺ വൈസിൽ പഠിച്ചു പോകുന്നത് സെം വൈസ് ആയിട്ട് ആദ്യത്തെ 4 സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നു. അതിനുശേഷം അതിന്റെ അസൈൻമെന്റ്സും കാര്യങ്ങളും അതിന്റെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ അസൈൻമെന്റ് ആൻസറും എഴുതി നമ്മൾക്ക് സെൽഫ് സ്റ്റഡി
നമ്മൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ മെയ്ക്ക് ശേഷം ജൂൺ എന്ന് പറഞ്ഞാൽ എക്സാം ടൈമാണ്. ബാക്കിയുള്ള സ്റ്റുഡൻസിനൊക്കെ എക്സാം വരുന്ന ഒരു ടൈമാണ്. ആ ടൈമിൽ നമ്മൾ സെൽഫ് സ്റ്റഡി ആണ് നടത്തുന്നത്, റിവിഷൻസ് ചെയ്യുന്നു. നമുക്ക് ആപ്പിനകത്ത് മോക്ക് ടെസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ്. ആ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തു പോയി അസൈൻമെന്റ് ഒക്കെ ചെയ്യുന്ന ഈ 4 സബ്ജക്റ്റിന്റെ അസൈൻമെന്റും ഇതിന്റെ റിവിഷൻസും നമ്മൾ എഗെയിൻ ചെയ്യുന്ന ഒരു ടൈമാണ് ഈ പറഞ്ഞിരിക്കുന്ന ടൈം. എത്രയാണ്? മെയ് 20 അല്ലെങ്കിൽ മെയ് 20 തൊട്ട് നമ്മൾ ആ ഒരു ടൈം ടേബിൾ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. മോക്ക് ടെസ്റ്റും അതേപോലെ അസൈൻമെന്റ് എഴുതുക, എഗെയിൻ നമ്മൾ റിവൈസ് ചെയ്യാണ്. ഈ ടൈം ടേബിളിനകത്ത് 4 സബ്ജക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ 4 സബ്ജക്റ്റിന്റെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എത്ര ടൈം നമ്മൾ കൊടുക്കണം എന്നുള്ള രീതിയിൽ അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ ഓരോ ദിവസം എത്ര പോർഷൻസ് വെച്ച് പഠിച്ചു പോകണമെന്ന് ഒരു 2 മണിക്കൂർ ഡെയിലി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് ഫുള്ള് നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഫർദർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, സബ്ജക്ട് ബേസ്ഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ തന്നെ മെൻറ്ററോട് ചോദിച്ചിടാം. അത് രാത്രി 9 മണിക്ക് ഉള്ളിലാണെങ്കിൽ മെൻറ്റർ അത് ക്ലിയർ ചെയ്യും. അതല്ല എങ്കിൽ അതിന് ശേഷം മെൻറ്റർ അത് നെക്സ്റ്റ് മോർണിംഗിൽ അത് എപ്പോഴാണോ കാണുന്നത് ആ ടൈമിൽ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇതാണ് നമ്മളുടെ 3 വർഷ ഡിഗ്രി കോഴ്സിന്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് 4 വർഷ ഡിഗ്രി കോഴ്സ്, 4 വർഷ ഡിഗ്രി കോഴ്സ് ആയിട്ടുള്ള ഹിസ്റ്ററിയുടെ നോക്കുകയാണ്. ചില സബ്ജക്റ്റുകൾ നമുക്ക് സെയിം ആണ്, എന്നാലും നമുക്ക് ടൈം ടേബിൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെയും അതേപോലെ തന്നെ ഫെബ്രുവരി 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു ലൈവ്. ഫെബ്രുവരി 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് മെയ്യിൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. ഏകദേശം ഒരേപോലെ തന്നെയാണ്. മെയ് 14 എൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ടൈം ടേബിൾ. ഇവിടെയും നമ്മൾക്ക് 4 സബ്ജക്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഗ്രീൻ കളറിൽ തന്നിരിക്കുന്ന എല്ലാം ലൈവ് സെഷൻസ് എക്സ്പെക്ടഡ് ഡേറ്റ് ആണ്, കൺഫേംഡ് ഡേറ്റ് അല്ല, എക്സ്പെക്ടഡ് ഡേറ്റ് ആണ്. അപ്പം നമുക്ക് ബ്ലോക്ക് വൈസ് ആണ് വരുന്നത്. അപ്പം 4 വർഷ ഡിഗ്രി കോഴ്സുകാർക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. കോർ പേപ്പറിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെത് നമുക്ക് ലൈവ് 5-ാം തീയതി ആകുമ്പോഴത്തേക്കും അതിന്റെ ബ്ലോക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ട്. 5-ാം തീയതിക്ക് ശേഷം നമുക്ക് ലൈവ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 5-ന് ശേഷമായിരിക്കും ലൈവ് വരുന്നത്. എല്ലാ ആഴ്ചയിലും നമുക്ക് സെഷൻസ് വന്നു എന്ന് വരില്ല, പക്ഷെ നിങ്ങൾക്ക് ഓരോ ബ്ലോക്ക് കഴിയുന്നതനുസരിച്ചിട്ടായിരിക്കും ലൈവ് സെഷൻസ് വരുന്നത്. ലൈവ് എന്നല്ല, ലൈവ് റിവിഷൻ സെഷൻസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ലൈവ് റിവിഷൻ എന്ന് പറയാൻ കാരണം അവിടെ എൻടയർ കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതും അല്ലെങ്കിൽ വരാൻ സാധ്യതയായിട്ടുള്ള ടോപ്പിക്ക് മാത്രമായിരിക്കും നമ്മൾ ലൈവ് റിവിഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ബ്ലോക്ക് വൈസ് ആയിരിക്കും ലൈവ് റിവിഷൻസ് വരുന്നുണ്ടാവുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ ടൈം ടേബിളിന്റെ കാര്യങ്ങൾ. ഈ ഒരു സെഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ടൈം ടേബിളിന്റെ കാര്യങ്ങൾ നിങ്ങളുടെ മെന്റർ നിങ്ങൾക്ക് അയച്ചു തരിക. നിങ്ങളിപ്പം 3 വർഷ ഡിഗ്രി കോഴ്സ് എടുത്താണെങ്കിൽ അവർക്ക് 3 ഇയർ ഡിഗ്രിയുടെ ടൈം ടേബിളും, അതേപോലെ തന്നെ 4 വർഷത്തെ കോഴ്സ് എടുത്തവരാണെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി കോഴ്സിന്റെ ടൈം ടേബിൾ ആയിരിക്കും നിങ്ങൾക്ക് മിസ് ഷെയർ ചെയ്ത് തരുന്നുണ്ടാവുക. നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ലേൺ ബേസിൽ നമുക്ക് അല്ലെങ്കിൽ ലേൺ ബേസിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ലേൺ ബേസിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ഈ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സബ്ജക്റ്റിനും അല്ലെങ്കിൽ 22 കോഴ്സുകൾക്ക് നമ്മൾ സപ്പോർട്ട് തരുന്നു. അതൊരു എന്താണ് മോഡേൺ ലെവലുള്ള ഒരു ടെക് എനേബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ് നമ്മളിവിടെ തരുന്നത്. അപ്പൊ അതിന്റെ ഇപ്പൊ നമുക്ക് ഫോണിൽ ആൻഡ്രോയിഡ് ആപ്പിൽ അത് അല്ലെങ്കിൽ ഫോണിനകത്ത് നമുക്കത് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇന്ന സമയം എന്നില്ല, നമുക്കത് വളരെ ഫീസിബിൾ ആണ്. നമുക്ക് എപ്പോൾ ടൈം കിട്ടുന്നോ നമുക്കത് എടുത്ത് നോക്കാവുന്ന, ഹാർഡ് കോപ്പി ഒന്നും കയ്യിൽ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും തന്നെ ലേൺവേഴ്സിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കോർ ലേണിംഗ് സപ്പോർട്ട് അല്ലെങ്കിൽ റിസോഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് ആണ്. നമ്മുടെ ആപ്പിനകത്ത് വൺസ് നിങ്ങൾ ആപ്പ് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ എൻടയർ സബ്ജക്റ്റിന്റെ, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള സബ്ജക്റ്റിന്റെ എല്ലാം റെക്കോർഡഡ് വീഡിയോസ് നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അതൊരു 45 to 1 hour ലെങ്ത് വരുന്ന രീതിയിലുള്ള റെക്കോർഡഡ് വീഡിയോസ് നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. കൂടാതെ തന്നെ അതിന്റെ ഒരു അഡീഷണൽ ആയിട്ട് വിത്ത് മെന്റർഷിപ്പ് സ്റ്റുഡൻസിന് എന്തുണ്ട്? ലൈവ് റിവിഷൻസ് ഉണ്ട്. ലൈവ് എന്ന് പറഞ്ഞാൽ ഇന്ററാക്റ്റീവ് ആണ്, പക്ഷെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സസ് എടുക്കുന്നില്ല എങ്കിൽ കൂടിയും അവിടെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളവിടെ പറഞ്ഞു പോകുന്നുണ്ട്. നെക്സ്റ്റ് വാല്യൂ ആഡഡ് നോട്ട്. നിങ്ങൾക്കറിയാം വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് ഡീറ്റെയിൽഡ് അല്ലാതെ വളരെ ഷോർട്ടായിട്ട് ഒരു ക്യാപ്സ്യൂൾ രീതിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് വൈസ് ആയിക്കോട്ടെ യൂണിറ്റ് വൈസ് ആയിക്കോട്ടെ വളരെ ലളിതമായിട്ട് ഒരു നോട്ട് തരികയാണ്. 1 or 2 സെന്റൻസിൽ ഒരു എൻടയർ ടോപ്പിക്കിനെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറയുന്നത്. വൺസ് ഒരു സ്റ്റുഡന്റ് റെക്കോർഡഡ് വീഡിയോസ് നോക്കി അതിന്റെ
SLMൽ അതിന്റെ പോർഷൻസ് ഒക്കെ ഒന്ന് വായിച്ചതിന് ശേഷം ദെൻ അദ്ദേഹത്തിന് അതൊന്ന് റിവൈസ് ചെയ്യണം അല്ലെങ്കിൽ റിവിഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എഗെയിൻ അത്രയും പോർഷൻസ് റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. ഈ വാല്യൂ ആഡഡ് നോട്ട് ഒന്ന് എടുത്തൊന്ന് റിവൈസ് ചെയ്താൽ മതി. ആ ഒരു എൻറ്റയർ ടോപ്പിക്കിന്റെ ക്യാപ്സ്യൂൾ നോട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഉള്ളതാണ് എക്സാം പീഡിയ എന്ന് പറയുന്നത്. എക്സാം പീഡിയ ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുന്നത്. എക്സാം പീഡിയ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും അവൈലബിൾ ആയിട്ടുള്ള ഫോൾഡറിനെയാണ് എക്സാം പീഡിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ യൂണിറ്റ് 1ന്റെ വീഡിയോസ് കണ്ടു, അതിന്റെ SLM നോക്കി, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ നോക്കി. സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിന്റെ സോഫ്റ്റ് കോപ്പി തന്നെയാണ്. അതിനുശേഷം വാല്യൂ ആഡഡ് നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാം പീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ യൂണിറ്റ് 1ൽ നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രീവിയസ് ഇയർ എക്സാംസിൽ ചോദിച്ചിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും അതിന്റെ ആൻസർ ഏത് രീതിയിൽ എങ്ങനെ എഴുതണം എന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന എക്സാം പീഡിയ. EP എന്ന് നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള എക്സാം പീഡിയയും അതേപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ്. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് തരുന്നതാണ് എന്ത്, ആൻസർ ഷീറ്റ്, നമ്മുടെ അസൈൻമെന്റിന്റെ ആൻസർ ഗൈഡ് ബുക്ക്. അതൊരു സെപ്പറേറ്റ് ഫോൾഡർ ആയിട്ട് തന്നെ നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. ഈ ഗൈഡ് ബുക്കിനകത്ത് എങ്ങനെ ആൻസർ എഴുതണം, ഹിന്റ് എന്ന് നമ്മൾ പറഞ്ഞാലും ശരി, അത് കറക്റ്റ് അത് ആൻസർ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്, ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് വന്നാൽ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് തൊട്ട് തുടങ്ങി അതിന്റെ ഒരു കൺക്ലൂഷൻ വരെ എങ്ങനെ എഴുതണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് എന്ന് പറയുന്നത്. ഇതും നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. യൂണിവേഴ്സിറ്റി അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ ആപ്പിനകത്ത് ആൻസേഴ്സും ക്വസ്റ്റ്യനും വരുന്നതായിരിക്കും. പിന്നെ മോഡ്യൂൾസ് അഡീഷണൽ ആയിട്ട് നമ്മൾ തരുന്ന സപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പരീക്ഷയോടനുബന്ധിച്ച് പരീക്ഷ അടുക്കുന്ന ടൈമിലായിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് മീൻസ് PYQ അനാലിസിസ് മീൻസ് നമ്മളുടെ ഈ കഴിഞ്ഞ 4 പ്രാവശ്യത്തെയോ അല്ലെങ്കിൽ 5 പ്രാവശ്യത്തെയോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് നമ്മൾ അതിന് അനലൈസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാംസ് ഈസി ആക്കാൻ. പല സ്റ്റുഡൻസും ഡെയിലി പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, പക്ഷെ ജോലിക്കിടയിൽ പഠിക്കുന്നവർക്ക് എല്ലാ ഡെയിലി ബേസ്ഡ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പോലും എക്സാമിന്റെ ആ ഒരു ലിമിറ്റഡ് ടൈമിൽ എങ്ങനെ എക്സാം വളരെ എളുപ്പമാക്കാം, അല്ലെങ്കിൽ ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം പോർഷൻസ് നമുക്ക് എങ്ങനെ കവർ ചെയ്യണം എന്നതിനെ പറ്റി പറയുന്നതാണ് PYQ അനാലിസിസ് എന്ന് പറഞ്ഞത്. കാരണം ആ PYQ അനാലിസിസിൽ കഴിഞ്ഞ ഒരു 5-6 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്നു. അപ്പൊ ഏത് പോർഷനിൽ നിന്നും ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും അപ്പൊ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഏതാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഈ കുറഞ്ഞ സമയം കൊണ്ട് ഏതൊക്കെ പാർട്ടാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനും അതിലൂടെ നമുക്ക് ഒരു നല്ല വിജയം കൈവരിക്കാനും സാധിക്കും. പിന്നെ ഈ PYQ അനാലിസിസിനകത്ത് ലേൺ ബേസിന്റെ ഒരു എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ കൺസേൺഡ് എക്സാമിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻസും നമ്മൾ തരുന്നുണ്ടായിരിക്കും. അതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് പഠിച്ചു പോയാൽ എങ്ങനെ ആയാലും നല്ല രീതിയിൽ ഒരു ജയിക്കാന്നല്ല, ഒരു എബോവ് ആവറേജ് ലെവലിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ലേൺ ബേസിലെ സ്റ്റുഡൻസിനായിട്ട് ലേൺ ബേസ് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ആദ്യം ഭയക്കുന്ന കാര്യം എങ്ങനെ എക്സാംസിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. കൂടുതലും നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ലേറ്റ് ജോയിനിങ് ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് എടുത്ത് പഠിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു എക്സാമിനെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് കാണും. അപ്പൊ ആ ഒരു ഫിയർനെസ് അല്ലെങ്കിൽ ആ ഒരു ഭയത്തെ ദൂരീകരിക്കാനായിട്ട് നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ യൂണിവേഴ്സിറ്റിയുടെ അതേ ടൈം 3 മണിക്കൂർ ദൈർഘ്യമുള്ള 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെയാണ് നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ എക്സാമിനെ ബേസ് ചെയ്ത് ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരിക്കും. ഹെൽപ്പ് ഡെസ്കിൽ നമുക്ക് എക്സാമിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ സെന്റേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഹോൾ ടിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, അത് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾക്കുള്ള ഹെൽപ്പും അസിസ്റ്റൻസും ഒക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ലേൺ വൈസ് കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്ന ഒരു കോഴ്സാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇംഗ്ലീഷ് എന്നൊരു ഭാഷ നമുക്ക് പ്രയാസമാണ്, കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏത് കാര്യവും നമുക്കത് പ്രയാസമാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളത്. അപ്പം ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട്, ചിലപ്പോൾ നമുക്ക് എഴുതാനൊക്കെ അറിയാം പക്ഷെ പറയാൻ വാക്കുകൾ കിട്ടാത്ത വരുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസിനായിട്ട് കോംപ്ലിമെന്ററി ആയിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ലാംഗ്വേജ് തരുന്നതാണ് ഈ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് ഡെയിലി വൈസ് ടാസ്ക് അലോട്ട് ചെയ്യുന്നു. കൂടാതെ തന്നെ വൺസ് ഇൻ എ വീക്ക് നമ്മൾ അതിനൊരു ലൈവ് സെഷൻസ് വെക്കുന്നു, ഡൗട്ട് ക്ലിയർ ചെയ്യുന്നു. ആക്റ്റീവ് എന്നല്ല, വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് നടത്തുന്ന ഒരു സെഷനാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് കോ കരിക്കുലർ ഇവന്റ്സ് ആണ്. ഓണം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ
നമ്മളുടെ എന്ത് ന്യൂ ഇയർ ആയിക്കോട്ടെ എല്ലാം നമ്മൾ വളരെയധികം ആഘോഷമാക്കാറുണ്ട് ലാൻഡ്വൈസിൽ. ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം ആണ് എന്ന് വെച്ചിട്ട് നമ്മൾ ആഘോഷിക്കേണ്ട കാര്യങ്ങളൊന്നും മാറ്റി വെക്കാറില്ല. എല്ലാം നമ്മൾ വെർച്വലി ഇതേപോലെ തന്നെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതും നമ്മൾ ചെയ്യുന്നത് സ്റ്റുഡൻസിന്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ മൂലമാണ്. പിന്നെ അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് നമ്മൾ എന്താണ് കരിയർ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള വർക്ക്ഷോപ്സും അതേപോലെ സെഷൻസും ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് തരുന്ന സ്റ്റുഡൻസിന് തരുന്ന സപ്പോർട്ട്സ് ആണ്. ഓക്കെ, ഞാൻ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇപ്പം സബ്ജക്റ്റിനെ വൈസോ അല്ലെങ്കിൽ പ്രോഗ്രാം കംപ്ലീഷനെയോ അസൈൻമെന്റ്സിന്റെ ടൈം ആൻഡ് എക്സാമിനേഷനെയോ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ BA ഹിസ്റ്ററിയുടെ സിലബസ് ഡീകോഡിങ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സെഷന് ശേഷം നിങ്ങളുടെ 3 ഇയർ ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ടൈം ടേബിൾ, അതല്ലെങ്കിൽ 4 വർഷത്തെ ബേസ്ഡ് ആണെങ്കിൽ അതിന്റെ ടൈം ടേബിൾ മിസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അതിന്റെ ബേസിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു പോകാവുന്നതാണ്. അപ്പോൾ എല്ലാ സെഷനിലും ഉള്ളതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സെഷനകത്ത് ആക്ഷൻ ടാസ്ക് ഉണ്ട്. ആക്ഷൻ ടാസ്ക് ഞാൻ ഇവിടെ ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാം. ഈ ആക്ഷൻ ടാസ്ക് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ പെർഫോമൻസ് ആണ്. സെഷൻ അറ്റൻഡ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആക്ഷൻ ടാസ്ക് ഫില്ല് ചെയ്യുന്ന അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഇന്ന് നമ്മുടെ 3rd ഓറിയന്റേഷൻ സെഷനാണ്. ഇന്നത്തെ സെഷന്റെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എന്താണ് സിലബസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു 8 സബ്ജക്റ്റ് ആണ് നമുക്കിവിടെ ഉണ്ടായിരുന്നത്. 8 സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് 8 സബ്ജക്റ്റ് ആണുള്ളത്. ആ 8 സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് എന്താണോ മനസ്സിലായി അല്ലെങ്കിൽ ഫസ്റ്റ് ഇനിഷ്യലി എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ക്രിയേറ്റീവായിട്ടൊരു എന്തെങ്കിലും ഒരു സ്ലോഗനോ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടൊരു ഫ്രേസസോ കാര്യങ്ങളോ എഴുതുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത്, ഇപ്പൊ നിങ്ങളാണ് ഒരു ഹിസ്റ്ററി ടീച്ചർ എങ്കിൽ ഇപ്പൊ ഈ ഒരു സബ്ജക്റ്റ് എടുക്കാനുള്ള ടാസ്ക് നിങ്ങൾക്കാണ് അലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യും, എന്തുകൊണ്ട് അത് ഓപ്റ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് ഒരു ആക്ഷൻ ടാസ്ക് ആണ്. അപ്പൊ ഈ ഒരു നമ്മൾ ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ സബ്ജക്റ്റിനെയും പറ്റി പറഞ്ഞു പോയി, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ ഓരോ സബ്ജക്റ്റിനെയും ബേസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളെ നിങ്ങളൊന്ന് ക്രിയേറ്റീവായിട്ടൊന്ന് അഡ്വർടൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് എഴുതുക. അതുകൂടാതെ തന്നെ ഒരു സ്ലോഗൻ അല്ലെങ്കിൽ ഒരു ടാഗ് ലൈൻ, ഒരു ചെറിയൊരു വോയിസ് നോട്ട് പോസ്റ്റർ പോലെ, ഇപ്പൊ നമ്മൾ പറയുമല്ലോ ഇപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇന്നതൊക്കെയാണ്, അവിടെ ഇന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു എന്നൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് പറയുമല്ലോ. ഒരു 30 സെക്കൻഡ്സ് ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു വോയിസ് ഓവർ നിങ്ങൾ അയക്കുക. കൂടാതെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇതിൽ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങളൊരു ഹിസ്റ്ററി ടീച്ചർ ആണെങ്കിൽ ഏത് സബ്ജക്റ്റ് എടുക്കും പഠിപ്പിക്കാനായിട്ട്, അത് എന്തുകൊണ്ട് എടുക്കുന്നു എന്ന് പറയാം. അപ്പൊ ഇതൊരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങളുടെ കൺസേൺഡ് മെമ്പർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതാണ് ഇന്നത്തെ നിങ്ങളുടെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്.